ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ്. യു എയിൽ നേഴ്സായി വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ ഇവിടെ ജോബ് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈസൻസോ അല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഞാൻ BSc നേഴ്സ് ആയി നാട്ടിൽ 1 ഇയർ ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. DHA ഡാറ്റ ഫ്ലോ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എവിടെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമോ അതോ ക്ലിനിക്കിലാണോ, പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ DH എല്ലാം കഴിഞ്ഞ് ഡാറ്റ ഫ്ലോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഉറപ്പായും ജോലി കിട്ടും. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് വീഡിയോസിൽ കുറേ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ അന്വേഷിക്കുന്നത് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ UAയിലെ പ്രീവിയസ് എക്സ്പീരിയൻസ് നോക്കിയിട്ടൊക്കെയാണ് അവിടെ എടുക്കത്തുള്ളൂ. ഒരു 96% അങ്ങനെയാണ് അവർ സ്റ്റാഫിനെ എടുക്കുന്നത്. പക്ഷെ ക്ലിനിക്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായും ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, പിന്നെ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റേഷൻ ചെയ്തോ എന്നുള്ളത് നോക്കണം. മൊഫയും ചെയ്യണം, അതായത് ഇവിടുത്തെ UA എംബസിയുടെ അറ്റസ്റ്റേഷനും നാട്ടിലെ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷനും അതും കൂടി ചെയ്യണം. അത് മെസ്സേജിൽ ഞാൻ കണ്ടില്ല. അതും കൂടി ചെയ്ത് എല്ലാം പക്കയായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും, ഉറപ്പായും കിട്ടും കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പ്രീവിയസ് എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, കാര്യങ്ങൾ, ഇന്റർവ്യൂ പെർഫോമൻസ് ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം എടുക്കുന്നത്. അധികം UAയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ നോക്കിയിട്ടാണ് ഈ ഹോസ്പിറ്റലിലൊക്കെ എന്ത് ചെയ്യുന്നത് സ്റ്റാഫിനെ എടുക്കുന്നത്. പക്ഷെ ക്ലിനിക്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിനിക്ക് ഹോം കെയറിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ഫീൽഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായും ജോലി കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ പോയി കാണുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എപ്പോൾ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ഇവിടെ വന്ന് ട്രൈ ആയിരിക്കും ഏറ്റവും നല്ലത്. നാട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെങ്ങാനും ഇപ്പോൾ CV കണ്ട്, നല്ലൊരു CV എന്തായാലും വേണം, CV കണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഓഫ് ഓൾ അവർ വിളിക്കുന്നത് കോളായിരിക്കും. കോളിൽ വിളിച്ചിട്ട് അവർ നോക്കും. അപ്പോൾ എന്താ UAയിലെ നമ്പർ വേണം, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. പിന്നെ ഇന്റർവ്യൂവിന് ചിലപ്പോൾ അവർ നാളെ വരും, അങ്ങനെ പെട്ടെന്ന് അവർ പിറ്റേ ദിവസം തന്നെ വരും. നമ്മുടെ ഇഷ്ടത്തിന് നോക്കി വെച്ചിട്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്ന സമയത്ത് തന്നെ പോകണം. പിന്നെ ആദ്യം തന്നെ കുറെ ഡിമാൻഡും കാര്യങ്ങളില്ല, എനിക്ക് പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊന്നും ആദ്യം തന്നെ പറഞ്ഞെങ്കിൽ റിജക്റ്റ് ആയി പോവും. അപ്പൊ എന്താക്കുക, UAയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്താ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്ക്. ക്ലിനിക്കിലെങ്കിലും ലെസ് സാലറിയിൽ എന്തായാലും ജോലി കിട്ടും. പക്ഷെ ലെസ് സാലറിയിൽ ജോലി ചെയ്യാൻ വില്ലിങ് ആവണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും കിട്ടും. കിട്ടാനൊന്നും പോകുന്നില്ല. നമ്മുടെ നേഴ്സിംഗ് ഫീൽഡാണ്. ഹ്യൂജ് വേക്കൻസികളും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. UA ഓൾ ഓവർ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അന്വേഷിച്ച് ഉറപ്പായും കിട്ടും. ഇവിടെ നിരവധി ക്ലിനിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻക്ലൂഡിങ് പ്രൈവറ്റിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഫ്രഷേഴ്സിന് എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ കമന്റ് അയക്കണം. നിങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ 1 by 1 ആയിട്ട് വീഡിയോസ് ഇടാം. ആർക്കെങ്കിലും റിപ്ലൈ തരാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പല വീഡിയോസിന്റെ അടിയിലായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ 1 month 2 month ബിഫോർ ഉള്ള വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ ഇൻ കേസ് ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യന് റിപ്ലൈ ചെയ്ത് ഡിലേ ആയോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എനിക്ക് റിപ്ലൈ അയക്കണം. ഞാൻ ഉറപ്പായും എല്ലാവരുടെയും ക്വസ്റ്റ്യന്റെ ആൻസറും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.